ചൈനീസ് ജനതയെ ലോകത്തിനു മുന്നിൽ പ്രതിനിധാനം ചെയ്യുന്ന അടയാളങ്ങളിലൊന്നാണ് ബ്രൂസ് ലീ. കുങ്ഫു എന്ന ആയോധന കലയുടെ മഹാമാതൃകൻ മരണമടഞ്ഞിട്ട് ഇന്നേക്ക് 53 വർഷങ്ങൾ പിന്നിടുകയാണ്. കിലോ തൂക്കമുള്ള ആളെ പുറത്തിരുത്തി ഒറ്റവിരലിൽ പുഷപ്പ് എടുക്കാൻ കഴിയുന്ന കുങ്ഫു എന്ന ആയോധന കലയെ ആഗോളതലത്തിൽ ജനപ്രിയമാക്കിയ ബ്രൂസ് ലീ ചുരുങ്ങിയ ജീവിത കാലയളവിനുള്ളിൽ ജനകോടികളുടെ മനസ്സിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 18 വയസ്സിനിടെ 20ഓളം സിനിമകളിലാണ് ബ്രൂസ് ലീ അഭിനയിച്ചത്. അപ്പോഴും ആയോധന കലയോടുള്ള അഭിനിവേശം ബ്രൂസ് ലീ ഉപേക്ഷിച്ചില്ല. ഒരു TV ഷോയിൽ 5 മരക്കട്ടകൾ ഒന്നിച്ച് അടിച്ചു തകർക്കുന്ന ബ്രൂസ് ലീയെ കണ്ട റെയ്മണ്ട് ചോ ബ്രൂസ് ലീയെ നായകനാക്കി പുതിയ ഒരു ചലച്ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു. 1971 തായ്ലാന്റിൽ ചിത്രീകരിച്ച ബ്രൂസ് ലീയുടെ ആദ്യ ചിത്രം ദ ബിഗ് ബോസ് ഹോങ്കോങ്ങിൽ വലിയ ചലനമുണ്ടാക്കി. 1973 റോബർട്ട് ക്ലൗസ് സംവിധാനം ചെയ്ത എന്റർ ദ ഡ്രാഗൺ എന്ന ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറി. ലോക സിനിമയിലെ എണ്ണം പറഞ്ഞ അഭിനേതാവായി ബ്രൂസ് ലീ ഉയർന്നു. എന്നാൽ സിനിമകളുടെ വിജയയാത്രയിൽ അവസാനം വരെ ബ്രൂസ് ലീ ഉണ്ടായിരുന്നില്ല. 1973 ഗെയിം ഓഫ് ഡെത്ത് എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ ജൂലൈ 20 ലീയുടെ അപ്രതീക്ഷിത അന്ത്യം. ഒരു നിമിഷം പോലും പാഴാക്കാതെയുള്ള പരിശ്രമത്തിലൂടെ ജീവിതത്തിൽ ഉന്നത ശ്രേണിയിലെത്തപ്പെട്ട ബ്രൂസ് ലീ ഏവർക്കും ഇന്നും പ്രചോദനമാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.